നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ മീഡിയ വന്നിട്ടുള്ളത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾ മുഴുവനായിട്ട് വീഡിയോ കാണുക. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ആ ആനുകൂല്യം ഇപ്പോൾ നിലവിലുണ്ടോ, അല്ലെങ്കിൽ ആ ആനുകൂല്യം ഇപ്പോൾ പഞ്ചായത്തിന് ലഭിക്കുമെന്നുള്ള പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് ചെയ്യണമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പല ആളുകളും ഏകദേശം 80% ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വെറും 20% ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത്. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഇനി വെറും 10% ആളുകൾ മാത്രമായിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. എല്ലാ വർഷവും മസ്റ്ററിംഗ് ഏകദേശം 90% ആളുകൾ മാത്രമായിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കാറുള്ളത്. 10% ആളുകൾ ഒന്നുകിൽ മരണപ്പെട്ടതോ അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളോ ഒക്കെയായി 10% ആളുകൾ എല്ലാ വർഷവും പെൻഷൻ മസ്റ്ററിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. ഇപ്പോൾ സർക്കാർ ഈ ആഗസ്റ്റ് 1 വരെയുള്ള ദിവസങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും പെൻഷൻ തിരച്ചിൽ എന്ന സൈറ്റിൽ കയറി നമ്മുടെ പെൻഷൻ ഐ ഡിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ആധാർ നമ്പറോ പെൻഷൻ ഐ ഡിയോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന സൈറ്റിൽ നമ്മൾ മസ്റ്ററിംഗ് ചെയ്ത തീയതിയും മറ്റു കാര്യങ്ങളും അറിയിക്കും. അങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല. പല കാരണങ്ങൾ കൊണ്ട് പല ആളുകളും ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതുണ്ട്. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളും മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അവർക്ക് ഇനി മുതൽ പെൻഷൻ ലഭിക്കുകയില്ല. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കുകയില്ല. പിന്നീടുള്ളൊരു കാറ്റഗറി അസുഖമായി വീട്ടിൽ കിടക്കുന്ന ആളുകളാണ്. അവർക്ക് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ അവർ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ അക്ഷയയിലുള്ള സ്റ്റാഫിനെയോ ബന്ധപ്പെട്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. അവർ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി വീട്ടിൽ വന്നതിന് ശേഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത പല ആളുകളുമുണ്ട്. പ്രായാധിക്യം മൂലം ഫിംഗറും അതുപോലെ കണ്ണിൻ്റെ രേഖയും ലഭിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. അവർ പഞ്ചായത്തിൽ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ഫോം ലഭിക്കുകയും ആ ഫോം ഒരു ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഡോക്ടർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതുമായിട്ടുള്ള രേഖകൾ ലഭിക്കുകയും അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്യും. അങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമായിരിക്കും തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുവരെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇനി ഏകദേശം 20 ദിവസത്തോളം മസ്റ്ററിംഗ് ബാക്കിയുണ്ടെങ്കിലും അതിന് കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. നാട്ടിൽ നല്ല മഴയും മറ്റു കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും അക്ഷയയിൽ കറണ്ടും മറ്റു കാര്യങ്ങളെല്ലാം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.